കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു വിവാഹം നടന്നു. എല്ലാ ഭവനങ്ങളിലും വിവാഹം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ആഘോഷമാണ്. മാതാപിതാക്കളുടെ കുട്ടികളുടെയൊക്കെയും ഒരു വലിയ സ്വപ്നം തന്നെയാണത്. അങ്ങനെ അങ്ങ് ദൂരെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. ആ വിവാഹ വിരുന്നിനെ കുറിച്ച് നമുക്കെല്ലാം പരിചിതമാണ്. നമുക്കറിയാം, അന്നത്തെ കാലത്തൊക്കെ വിവാഹങ്ങൾ ആഴ്ചകൾ നീണ്ടു നിന്നിരുന്ന ചടങ്ങായിരുന്നു. ആ ഗ്രാമം മുഴുവൻ ആഘോഷത്തിലായി മാറുന്നത്. അങ്ങനെ ആ കുടുംബം മുഴുവൻ, ആ ഗ്രാമം മുഴുവൻ ആഘോഷത്തിലാകുന്ന ആ വിവാഹ വിരുന്നിൽ ഒരു അപ്രത്യക്ഷിതമായി അവരറിയുകയാണ് അവരുടെ വീഞ്ഞ് തീർന്നു പോയിരിക്കുന്നുവെന്നുള്ളത്. അത് ആ കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അപമാനം തന്നെയായിരുന്നു. എന്നും മറ്റുള്ളവർ ആ കുടുംബത്തെ പഴിക്കുവാൻ ഉള്ള ഒരു വലിയ തരത്തിലുള്ള അപമാനം. എന്നാൽ ബാക്കി കഥ നമുക്കറിയാം. പരിശുദ്ധ അമ്മ അവിടെ ഇടപെടുന്നുണ്ട്. പരിശുദ്ധ അമ്മ ഇടപെട്ട് പറയുകയാണ്, നിങ്ങൾ അവൻ എന്താണോ നിങ്ങളോട് പറയുന്നത് അതുപോലെ നിങ്ങൾ ചെയ്യുക എന്ന് പരിശുദ്ധ അമ്മ അവരോട് പറയുകയാണ്. അപ്പൊ ഈശോ അവരോട് പറഞ്ഞത് വളരെ വിചിത്രമായ ഒരു കാര്യം. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. വെറും വെള്ളം, പച്ചവെള്ളം കലങ്ങളിൽ നിറയ്ക്കാനാണ് ആവശ്യപ്പെടുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. നമ്മുടെ വീട്ടിനകത്ത് ഒരു പോരായ്മ വന്നിട്ട് ഒരാൾ നമ്മളോട് പറയുകയാണെ കുറച്ച് വെള്ളമെടുത്ത് അവിടുത്തെ ഉള്ള കലങ്ങളിലൊക്കെ നിറയ്ക്കാൻ പറയുക. നമ്മളിത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് ചിന്തിച്ച് എന്തൊരു പൊട്ടത്തരമാണെന്ന് നമ്മൾ തന്നെ ചിന്തിക്കത്തില്ലേ? നമ്മുടെ ജീവിതത്തിലും ഇതുപോലുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും അത്തരം ചിന്തകൾ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും പലതരത്തിലുള്ള പ്രതീക്ഷകൾ അസ്തമിച്ചു പോകുന്ന അവസ്ഥകൾ വന്നിട്ടുണ്ട്. നമ്മുടെ കുടുംബം, സമൂഹത്തിന്റെ മുമ്പിൽ തല താഴ്ന്നു പോകുന്ന സന്ദർഭങ്ങൾ വന്നിട്ടുണ്ട്. എന്നാൽ അത്തരം സാഹചര്യത്തിലൂടെയൊക്കെ നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ ഇത്തരം ഒരു മണ്ടത്തരം ഒരാൾ നമ്മളോട് ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ നമ്മൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. എന്നാൽ നമ്മൾ ബുദ്ധി കൊണ്ടാണ് ഇത് പറയുന്നത്. വെള്ളം നിറയ്ക്കാൻ പറഞ്ഞാൽ എന്തു മണ്ടത്തരമാണെന്ന്. പക്ഷെ നിങ്ങളൊന്ന് ചിന്തിച്ചേ, ആ വീട്ടിലെ ആളുകളെ ആ മണ്ടത്തരം അങ്ങ് വിശ്വസിച്ചു. അവരെന്താ ചെയ്തത്? ഈശോ പറഞ്ഞതുപോലെ, ഈശോ പറഞ്ഞ പ്രവൃത്തി അവർ ചെയ്തു. വിചിത്രമായി തോന്നിയെങ്കിൽ പോലും അവർ ആ മണ്ടത്തരം ചെയ്യുക തന്നെ ചെയ്യും. പിന്നെ കഥയുടെ ബാക്കി നമുക്കറിയാം അല്ലെ? ആ വെള്ളമെല്ലാം വീഞ്ഞായി മാറുന്ന അവസ്ഥ. അപ്പം നമ്മുടെ ജീവിതത്തിലും ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. അവർ ഈശോയെ അനുസരിച്ചപ്പോൾ, ഈശോയുടെ വാക്ക് കേട്ടപ്പോൾ, ദ വേർഡ് ഓഫ് ഗോഡ് കേട്ടപ്പോഴാണ് അവിടെ വെള്ളം വീഞ്ഞായി മാറുന്നത്. അങ്ങനെയെങ്കിൽ ജീവിതത്തിൽ അപമാനകരമായ സാഹചര്യത്തിലൂടെ, പ്രതിസന്ധികളിലൂടെ, പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ കർത്താവ് നമ്മുടെ വിഷയത്തിൽ ഒന്ന് ഇടപെട്ടാൽ അസാധ്യമായ കാര്യങ്ങൾ സംഭവിക്കും. പക്ഷെ പ്രശ്നം എന്താണെന്നോ, നേരത്തെ പറഞ്ഞതുപോലെ വിചിത്രമെന്ന് ചെയ്യുന്ന കാര്യങ്ങൾ ബുദ്ധി കൊണ്ട് നമ്മൾ അതിനെ അളന്ന് ഇതെന്തിനാ ചെയ്യുന്നതെന്ന് നമ്മൾ ചിന്തിച്ച് വേണ്ടാന്ന് വെക്കുകയല്ലേ? നമ്മുടെ ജീവിതത്തിലും പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ ഈശോയ്ക്ക് വിട്ടുകൊടുക്കുക. അവിടെ അത്ഭുതം സംഭവിക്കുക തന്നെ ചെയ്യും. ഒരു സുഹൃത്തിന്റെ കഥയുണ്ട്. അദ്ദേഹത്തിന് വളരെ ചെറിയൊരു ശമ്പളത്തിലുള്ള ജോലിയാണ് അദ്ദേഹം ചെയ്യുന്നത്. അദ്ദേഹത്തിന് കിട്ടുന്ന ശമ്പളം കൊണ്ട് ഒന്നിനും തികയുന്നില്ല. മാസത്തിന്റെ തുടക്കം തന്നെ കിട്ടുന്ന ശമ്പളം മുഴുവൻ തീരുകയാണ്. ഈ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വളരെ ബുദ്ധിമുട്ടുന്ന ഒരു ചെറുപ്പക്കാരനെ നമ്മൾ കാണാനിടയാവുകയാണ്. അപ്പൊ അദ്ദേഹത്തിനോട് ഒരു കൂട്ടുകാരൻ പറയുകയാണ്, നിനക്ക് കിട്ടുന്നതിന്റെ 10% നീ ദശാംശമായി മറ്റൊരാളെ ഹെൽപ്പ് ചെയ്യാൻ കൊടുക്കണമെന്ന് പറയുകയാണ്. ഇവനിത് വിചിത്രമായിട്ട് തോന്നി. എനിക്ക് കിട്ടുന്നത് പോലും തികയുന്നില്ല, ഇനി അതിന്റെ 10% കൂടെ കൊടുത്തു കഴിഞ്ഞാൽ എവിടെ തികയാൻ? ഒന്നും ആവത്തില്ല. അപ്പം അദ്ദേഹം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചിന്തിച്ച രീതി തിരിച്ചൊന്ന് ചിന്തിച്ചു. ഏതായാലും എനിക്ക് തികയുന്നില്ല, എന്നാൽ പിന്നെ ഒന്ന് കൊടുത്തു നോക്കാം. എന്നാൽ ആ കൊടുത്തു നോക്കാം എന്ന് എടുത്ത അദ്ദേഹത്തിന്റെ തീരുമാനം അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ തന്നെ മാറ്റിമറിക്കുകയാണ്. അതിനുശേഷം അയാളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം കണ്ടു തുടങ്ങുകയാണ്. മൈനസായ അവസ്ഥകളിൽ നിന്നും എക്സസ് ആകുന്ന അവസ്ഥകളിലേക്ക് മാറുകയാണ്. ജോലി മേഖലകളിലും സാമ്പത്തിക മേഖലകളിലുമൊക്കെ വലിയൊരു പുരോഗതി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ്. ജീവിതത്തിലും ഇത്തരം സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈശോ നമ്മളോട് ചെയ്യാൻ ആവശ്യപ്പെടുന്ന കാര്യം മണ്ടത്തരമായി തോന്നാം, വിചിത്രമായി തോന്നാം. എന്നാൽ ഓർക്കുക, പച്ചവെള്ളം വീഞ്ഞാകുന്ന അവസ്ഥ, ആ അവസ്ഥയിൽ അവർ വിചിത്രമായി തോന്നാതെ കർത്താവ് പറഞ്ഞതുപോലെ തന്നെ ചെയ്തപ്പോൾ അവരുടെ ജീവിതത്തിൽ അത്ഭുതം സംഭവിച്ചു. അതുകൊണ്ട് ബുദ്ധി കൊണ്ട് ഒരു കാര്യത്തെ അളക്കാതെ വിട്ടുകൊടുക്കാനുള്ള മനോഭാവം നമ്മളിൽ ഉണ്ടാകട്ടെ. മദർ തെരേസ പറഞ്ഞതുപോലെ, ഗീവ് ദ ഗോഡ് പെർമിഷൻ, ദൈവത്തിന് അനുമതി കൊടുക്കുക നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവർത്തിക്കാൻ. നമ്മുടെ കർത്താവിന് നമുക്കൊന്ന് അനുമതി കൊടുത്തു നോക്കാം. അങ്ങനെയെങ്കിൽ ആ കഥയുടെ അവസാനം എന്ന് പറയുന്നത് അസാധ്യങ്ങളെയും സാധ്യമാകുന്നതായിരിക്കും. തീർച്ചയായും അത്തരം സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നു വരട്ടെ എന്ന് ആശംസിക്കുകയാണ്.